ആയുർവേദത്തിലെ ചികിത്സകളെ രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് ശമന ചികിത്സ, രണ്ട് ശോധന ചികിത്സ. ശമന ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ മരുന്ന് തുടങ്ങിയവ കൊടുത്തുകൊണ്ട് നമ്മുടെ രോഗങ്ങളെ ശമിപ്പിക്കുക എന്ന് പറയും. എന്നാൽ ശോധന ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ ദോഷങ്ങളെ പരിപൂർണമായിട്ടും പുറന്തള്ളുക എന്നാണ് അർത്ഥം. തുടക്കത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങൾ ശമന ചികിത്സ അല്ലെങ്കിൽ ചെറിയ മരുന്നുകൾ കൊണ്ട് തന്നെ മാറ്റാവുന്നതാണ്. പക്ഷേ കൂടുതൽ ദോഷങ്ങളുള്ളതും ദീർഘകാലം നിലനിൽക്കുന്നതുമായിട്ടുള്ള രോഗങ്ങൾക്ക് ചിലപ്പോൾ ശോധന ചികിത്സ വേണ്ടിവരും. ശോധന ചികിത്സയെ തന്നെയാണ് പഞ്ചകർമ്മം എന്ന് പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഛർദ്ദിപ്പിക്കലും അതേപോലെ തന്നെ വിരേചനവും. ഇത് രണ്ടും ചെയ്യുന്നതിന് മുൻപ് തീർച്ചയായിട്ടും ശരീരത്തിൽ സ്നേഹനം അതേപോലെ തന്നെ വിയർപ്പിക്കലും നമ്മൾ ചെയ്യണം. ഇതെല്ലാം ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വേണം ചെയ്യാൻ. ഇത് നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി മാത്രമാണ്. ഇങ്ങനെയും ആയുർവേദത്തിൽ ചികിത്സയുണ്ട് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ നല്ലതാണ്. ഏത് രോഗികൾക്കാണ് ഇത്തരത്തിലുള്ള വമന വിരേചന ക്രിയകൾ വേണ്ടത് എന്ന് പറയുന്നുണ്ട്. അഗ്നിമാന്ദ്യം ഉള്ള രോഗികൾ, അതായത് ഒട്ടും തന്നെ വിശപ്പില്ലാതെ ഇരിക്കുന്ന ആൾക്കാർ, അതേപോലെ തന്നെ രുചിയില്ലാത്ത ആൾക്കാർ, സ്ഥൂലത, അതായത് ഒരുപാട് തടി, വിളർച്ച, അതേപോലെ തന്നെ ശരീരത്തിൽ കൂടുതൽ ഭാരം തോന്നുക, തളർച്ച, കുരുക്കൾ ഉണ്ടാകുക, വട്ടപ്പുണ്ണ് ഉണ്ടാകുക, ചൊറിച്ചിൽ ഉണ്ടാകുക, ഒന്നിലും ശ്രദ്ധയില്ലായ്മ, അതേപോലെ തന്നെ ആലസ്യം, എപ്പോഴും ക്ഷീണം, കഠിനാധ്വാനം ചെയ്തതുപോലെയുള്ള ക്ഷീണം എപ്പോഴും ഉണ്ടാകുക, ശരീരത്തിന് ബലക്ഷയം ഉണ്ടാകുക, ശരീരത്തിന് ദുർഗന്ധം ഉണ്ടാകുക, ശാരീരികവും മാനസികവുമായിട്ടുള്ള ക്ഷീണം, തളർച്ച എല്ലാ സമയത്തും ഉണ്ടാകുക, കഫത്തിൻ്റെയും പിത്തത്തിൻ്റെയും ഉപദ്രവങ്ങൾ കൂടി ഉണ്ടാകുക. കഫത്തിൻ്റെ ഉപദ്രവങ്ങൾ എന്ന് പറയുമ്പോൾ കൂടുതൽ ശരീരത്തിൽ കഫം ഉണ്ടാകുക, അതേപോലെ തന്നെ കൂടുതലായിട്ടുള്ള മടി, തളർച്ച ഇതെല്ലാം വരും. പിത്തം എന്ന് പറയുന്ന സമയത്ത് ശരീരത്തിൽ കൂടുതൽ ചൂടും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രോഗങ്ങളും ആകുന്നു. അതേപോലെ തന്നെ ഉറക്കമില്ലായ്മ, അതേപോലെ തന്നെ കൂടുതൽ ഉറക്കം, മടി, അതേപോലെ തന്നെ പൗരുഷം ഇല്ലായ്മ, ബുദ്ധിശൂന്യത, ദുസ്വപ്നം കാണുക, തടിപ്പിക്കാനുള്ള ഔഷധങ്ങൾ സേവിച്ചു കഴിഞ്ഞാൽ കൂടി ശരീരം തടിക്കാതിരിക്കുക, ഓജസ് ഉണ്ടാക്കുന്ന ഔഷധങ്ങൾ സേവിച്ചു കഴിഞ്ഞാൽ കൂടി ശരീരത്തിൻ്റെ ബലവും വർണ്ണവും നശിക്കുക. ഈ പറഞ്ഞ ലക്ഷണങ്ങൾ എല്ലാം കൂടുതൽ ശരീരത്തിൽ ദോഷമുള്ളവൻ്റെ ലക്ഷണമാണ്. അതിനാൽ ഏത് ദോഷമാണ് കൂടിയിരിക്കുന്നത് എന്ന് അനുസരിച്ചിട്ടും അതേപോലെ തന്നെ ശരീരത്തിൻ്റെ ബലത്തിന് അനുസരിച്ചിട്ടും വമനം, വിരേചനം തുടങ്ങിയ ശോധന ക്രിയകൾ വളരെ നല്ലതാണ്. കഫപ്രധാനമായിട്ടുള്ള എല്ലാ രോഗത്തിലും വമനവും അല്ലെങ്കിൽ ഛർദ്ദിപ്പിക്കലാണ് ഏറ്റവും നല്ല ചികിത്സ. അതേപോലെ തന്നെ പിത്തപ്രധാനമായിട്ടുള്ള രോഗങ്ങളിൽ വിരേചനവുമാണ് ഏറ്റവും നല്ല ചികിത്സ. വാതസംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് വസ്തി എന്നത് വളരെ നല്ല ചികിത്സയാണ്. നമ്മൾ ശമന ചികിത്സ ചെയ്യുകയാണെങ്കിൽ, അതായത് മരുന്നുകൾ കൊണ്ട് രോഗത്തെ അടിച്ചമർത്തുകയാണെങ്കിൽ പിന്നീടും ചിലപ്പോൾ ആ രോഗം വരുന്നതാണ്. എന്നാൽ കൂടുതൽ ദോഷങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ശോധന ചികിത്സ അല്ലെങ്കിൽ പഞ്ചകർമ്മ ചികിത്സ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ആ രോഗം എന്നേക്കുമായിട്ട് മാറുകയുള്ളൂ. മേൽപ്പറഞ്ഞിട്ടുള്ള രോഗങ്ങൾ എല്ലാം തന്നെ ശോധന ചികിത്സ കൊണ്ട് പരിപൂർണമായിട്ടും മാറുന്നതാണ്. അറിവില്ലാത്ത ആൾക്കാരെ, അതേപോലെ തന്നെ വിദേശികളെ ഒരുപാട് പേര് പഞ്ചകർമ്മത്തിൻ്റെ പേരിൽ കുറച്ച് എണ്ണ കൊണ്ട് ഒഴിയലും അതേപോലെ തന്നെ ഇലക്കിഴി, പൊടിക്കിഴി, ധാര തുടങ്ങിയവയെല്ലാം ചെയ്യാറുണ്ട്. പക്ഷേ ഇതൊന്നും പഞ്ചകർമ്മം അല്ല എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പഞ്ചകർമ്മങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 കർമ്മങ്ങൾ എന്നാണ് അർത്ഥം. ഒന്നാമത്തത് വമനം അല്ലെങ്കിൽ ഛർദ്ദിപ്പിക്കൽ, രണ്ടാമത്തത് വിരേചനം അല്ലെങ്കിൽ ലൂസ് മോഷൻ ഉണ്ടാക്കൽ, മൂന്നാമത്തത് ബസ്തി, അതായത് മലദ്വാരത്തിലൂടെ എണ്ണയോ അല്ലെങ്കിൽ കഷായമോ കയറ്റൽ, ഇതിനെയാണ് എനിമ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബസ്തി എന്ന് പറയുന്നത്. നാലാമത്തത് നസ്യം അല്ലെങ്കിൽ മൂക്കിൽ എണ്ണയൊഴിക്കൽ, അഞ്ചാമത്തത് രക്തമോക്ഷണം എന്ന് പറയും. വമനം, വിരേചനം, വസ്തി, നസ്യം, രക്തമോക്ഷണം ഇവയാണ് പഞ്ചകർമ്മങ്ങൾ. ഇവയെല്ലാം ചെയ്യുന്നതിന് മുമ്പ് ചില പൂർവ്വകർമ്മങ്ങൾ ചെയ്യേണ്ടതുണ്ട്, അതായത് സ്നേഹനം, സ്വേദനം തുടങ്ങിയവ. അതിനുശേഷം വേണം ഈ പ്രധാനപ്പെട്ട ക്രിയകൾ ചെയ്യാൻ. അതിനുശേഷം
പശ്ചാത്കർമ്മങ്ങളും ഉണ്ട്. അതായത് ഓരോ കർമ്മങ്ങളും ചെയ്തതിന് ശേഷം പിന്നീട് നമ്മൾ എന്തെല്ലാമാണ് പഥ്യം ആചരിക്കേണ്ടത്, ഏത് രീതിയിലാണ് ഭക്ഷണം കഴിക്കേണ്ടത് എന്നുള്ള പല നിയമങ്ങളും ഉണ്ട്. അതിനാൽ ഇതെല്ലാം വിദഗ്ധനായിട്ടുള്ള ഒരു ആയുർവേദ വൈദ്യൻ്റെ അല്ലെങ്കിൽ ഡോക്ടറുടെ മേൽനോട്ടത്തിൽ വേണം ചെയ്യാൻ വേണ്ടി. പലരും പറയാറുണ്ട്, ആയുർവേദ മരുന്നുകൾ ഞാൻ കഴിക്കുന്നു എന്നിട്ടും രോഗത്തിന് ശമനമില്ല അല്ലെങ്കിൽ രോഗം മാറുന്നില്ല എന്ന് പറയാറുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള 2 തരം ചികിത്സയാണ്. ശമന ചികിത്സ എന്ന് പറയുന്നത് പാലിയേറ്റീവ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് പോലെയാണ്. അലോപ്പതിയിൽ പറയുന്നത് പോലെ തന്നെ രോഗത്തെ അടിച്ചമർത്തുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ചെറിയ രോഗമാണെങ്കിൽ ആദ്യം മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ മാറും. പക്ഷേ കൂടുതൽ കടുത്ത രോഗമാണെങ്കിൽ ആ ശമന ചികിത്സ കൊണ്ട് ഒന്നും തന്നെ ഉപയോഗം ഉണ്ടാകില്ല. അപ്പോഴാണ് പഞ്ചകർമ്മത്തിൻ്റെ ആവശ്യം വരിക. പഞ്ചകർമ്മം ചെയ്തു കഴിഞ്ഞാൽ ശരീരത്തിലെ വാതപിത്ത കഫങ്ങൾ എല്ലാം ശരിയാകുകയും ആവശ്യമില്ലാത്ത ദോഷങ്ങൾ ശരീരത്തിൽ നിന്ന് പരിപൂർണമായിട്ടും പുറത്തു പോവുകയും ചെയ്യും. അതുമൂലം ശരീരം പൂർണ്ണമായിട്ട് ശുദ്ധിയാകുകയും പെട്ടെന്ന് തന്നെ രോഗത്തിന് ശമനമുണ്ടാകുകയും ഒരു വിധത്തിലും ആ രോഗം തിരിച്ചു വരാതിരിക്കുകയും ചെയ്യും. അതിനാൽ പഞ്ചകർമ്മത്തെക്കുറിച്ചിട്ടും വമന വിരേചനങ്ങളെക്കുറിച്ചിട്ടും അതേപോലെ തന്നെ അതുകൂടാതെ ആർക്കെല്ലാം ഇത് ചെയ്യാം എന്നതിനെക്കുറിച്ചിട്ടും വളരെ ചുരുക്കമായിട്ട് പറഞ്ഞു. ഇത് നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി മാത്രമാണ്. വന്ന രോഗം മാറാനും രോഗം വരാതിരിക്കാനും വേണ്ടിയിട്ട് ആയുർവേദ, സിദ്ധ, ഹോമിയോ, യുനാനി, പ്രകൃതി ചികിത്സ തുടങ്ങിയ ചികിത്സാ സമ്പ്രദായങ്ങൾ മാത്രം സ്വീകരിക്കുക. പാലും പാലുൽപ്പന്നങ്ങളും പരിപൂർണമായിട്ടും ഉപേക്ഷിക്കുക. പൂർണ്ണമായിട്ടും സസ്യാഹാരം മാത്രം ഭക്ഷിക്കുക. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ രോഗത്തിൽ നിന്ന് മോചനം നേടാൻ സാധിക്കും.